പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. 4-ാം സങ്കീർത്തനം 3-ാം വാക്യം, യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ഹല്ലേലൂയ. യഹോവ തൻ്റെ ജനത്തെ വേർതിരിച്ചിരിക്കുന്നു. ഈ ലോകത്തിലെ അനേക കോടി ജനത്തിൻ്റെ നടുവിൽ ദൈവം തൻ്റെ ഭക്തന്മാരെ തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുന്നു. നാം ദൈവഭക്തന്മാരെ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കും. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവരും വിളിച്ചപേക്ഷിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസത്തെ നാം ഈ തലമുറയിലും കാണും. പലപ്പോഴും ജീവിതത്തിൽ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവരെ നോക്കിയിട്ട് മനുഷ്യർ കളിയാക്കും. നിങ്ങൾ ആരാധിക്കുന്ന ദൈവം എവിടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം എവിടെ എന്നൊക്കെ ചോദിച്ച് ഒരുപക്ഷെ കളിയാക്കും. ഇവിടെ സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നു, നമുക്ക് ആര് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. പലരും ചോദിച്ചു കാണും, നിങ്ങൾക്ക് ആരാ നന്മ കാണിക്കുന്നത്? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആര് തരും? നിങ്ങളെ സഹായിക്കാൻ ആരുണ്ട് എന്നൊക്കെ ചോദിച്ച് നിന്ദിക്കുമ്പോൾ വേദപുസ്തകം ഹല്ലേലൂയ അതിന് മറുപടി തരുന്ന പുസ്തകം അത്രേ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഉത്തരമരുളുന്ന ദൈവം അത്രേ. സങ്കീർത്തനക്കാരൻ ധൈര്യത്തോടെ അതുകൊണ്ട് പറയുന്നു, നിങ്ങൾ നീതിയാഗങ്ങളെ അർപ്പിച്ച് യഹോവയിൽ പൂർണ്ണമായി ആശ്രയിപ്പീൻ. അവൻ വിശാലത തരുന്ന ദൈവമാ, അവൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ, തൻ്റെ ഭക്തന്മാരെ വേർതിരിക്കുന്ന ദൈവമാ, അവൻ തള്ളിക്കളയാത്ത ദൈവമാ. 4-ാം സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് തൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു, എൻ്റെ ദൈവം ആരാ? എൻ്റെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ. എൻ്റെ ദൈവം ആരാണ്? എൻ്റെ ദൈവം നിലവിളിക്ക് മറുപടി തന്ന് എന്നെ എൻ്റെ ഞെരുക്കത്തെ മാറ്റുന്ന ദൈവമാ. എൻ്റെ ദൈവം വിശാലതയിലേക്ക് കൊണ്ടുവരുന്ന ദൈവമാ. എൻ്റെ ദൈവം ഹല്ലേലൂയ വിശ്വസ്തനായ ദൈവമാ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം മനുഷ്യരുടെ ചോദ്യത്തിന് മുമ്പിൽ ദൈവം മറുപടി തരും. നിനക്ക് ആര് നന്മ കാണിക്കുമെന്ന് മനുഷ്യർ ചോദിക്കുമ്പോൾ ദൈവം തൻ്റെ നന്മയെ 3 കാര്യങ്ങളിലൂടെ കാണിക്കുന്നു എന്ന് 4-ാം സങ്കീർത്തനം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മെ ഹല്ലേലൂയ ഈ സങ്കീർത്തനത്തിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാകുന്നു. ഹല്ലേലൂയ. നമുക്ക് ആര് നന്മ കാണിക്കും? ഒന്ന്, ദൈവം തൻ്റെ മുഖപ്രകാശത്തെ ഉദിപ്പിക്കും. ദൈവത്തിൻ്റെ തേജസ് നമ്മുടെ മേൽ വരും. ഈ ഭൂമിയിൽ നമ്മുടെ മേൽ ദൈവ തേജസ് വരുമ്പോൾ നാം വ്യത്യസ്തരായിത്തീരും. നോക്ക്, പർവ്വതത്തിൽ നിന്ന് മോശ ഇറങ്ങി താഴേക്ക് വന്നപ്പോൾ തൻ്റെ മുഖത്തെ തേജസ് എല്ലാവരും ശ്രദ്ധിച്ചു. എല്ലാവരും മുഖത്ത് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവൻ്റെ കൂടെ ദൈവമുണ്ടെന്ന്, ഇവൻ്റെ കൂടെ ദൈവമുണ്ടെന്ന്. പ്രിയരെ, ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ ലോകം പറയണം, ഇവൻ്റെ കൂടെ ദൈവമുണ്ട്, ഇവൻ ദൈവ പൈതല. അങ്ങനെ തിരിച്ചറിയിക്കുവാൻ എൻ്റെ കർത്താവ് വിശ്വസ്തന. ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് ഹല്ലേലൂയ തേജസ് വരുമ്പോൾ നമുക്കൊരു പ്രത്യാശ വർദ്ധിക്കും. ജീവിതത്തിൻ്റെ ഭാവിയെ കാണാനുള്ള കോൺഫിഡൻസ് ലഭിക്കും. ഹല്ലേലൂയ. മോശയുടെ മുഖത്ത് ആ ഒരു തേജസ് വെളിപ്പെട്ടു വന്നു. നിങ്ങൾക്കറിയാം, ഫറവോൻ ഹല്ലേലൂയ തൻ്റെ ദാസനായ ഹല്ലേലൂയ ജോസഫിനെ നോക്കുമ്പോൾ ജോസഫിൻ്റെ മുഖത്ത് ആ ദൈവത്തിൻ്റെ തേജസ് കണ്ടു. പൊത്തിഫർ കണ്ടു, അവൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന്. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ തേജസ് നിങ്ങളുടെ മുഖത്ത് വെളിപ്പെടട്ടെ. സംഖ്യാപുസ്തകത്തിൽ അതുകൊണ്ടാണ് മോശ ജനത്തെ ഹല്ലേലൂയ അഹറോൻ മുഖാന്തരം ഇങ്ങനെ അനുഗ്രഹിക്കുന്നത്, ദൈവം തൻ്റെ മുഖത്തെ നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ മുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ മുഖം പ്രകാശിപ്പിച്ചാൽ നാം വ്യത്യസ്തരായി തീരും. ദാനിയേല് വ്യത്യസ്തനായി തീർന്നു. രാജാവിൻ്റെ മുമ്പിൽ വ്യത്യസ്തനായി തീർന്നു. അവനെ കാണുന്നവർക്ക് അവനോട് ഫേവർ തോന്നി. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിക്കട്ടെ. 2, ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. എന്താ പ്രത്യേകത? എങ്ങനെയാണ് ലോകം തിരിച്ചറിയുന്നത്? ദൈവത്തിൻ്റെ സമാധാനം വരും. അല്ലെങ്കിൽ 8-ാം വാക്യം പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദൈവത്തിൻ്റെ സമാധാനം വരും. പ്രിയരെ, ലോകം തരുന്ന സമാധാനമല്ല, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം. ഹല്ലേലൂയ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴും. സമാധാന പ്രഭു നിങ്ങളുടെ ഭവനത്തിൽ വാഴും. നിങ്ങളുടെ വീട് ഒരു സമാധാനത്തിൻ്റെ ഹെഡ് ക്വാർട്ടറായി മാറും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുന്ന ദൈവവൈതലേ, ഈ കാലഘട്ടത്തിൽ അനേകർ സമാധാനമില്ലാതെ അലയുമ്പോൾ നിങ്ങൾ സമാധാനത്തിൻ്റെ വക്താക്കളായി മാറും. നിങ്ങൾ സമാധാന പ്രഭുവിൻ്റെ മക്കളായിട്ട് വെളിപ്പെടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് സമാധാനം വറ്റാത്ത നദി പോലെ ഒഴുകും. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, ദൈവത്തിൻ്റെ മുഖപ്രകാശം നമ്മുടെ മേൽ
വിളങ്ങും. 2, ദൈവിക സമാധാനം നമ്മുടെ ഭവനത്തിൽ ഹല്ലേലൂയ വിസിബിളായി മാറും. 3-ാമത്തെ കാര്യം പറയുന്നു, ഹല്ലേലൂയ പറഞ്ഞു തീരാത്ത സന്തോഷം നിങ്ങളുടെ വീട്ടിനകത്ത് തരും. അതുകൊണ്ടാണ് 7-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നത്, ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധിക സന്തോഷം ഒരു ദൈവ പൈതലിൻ്റെ വീട്ടിൽ ദൈവം തരും. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ആര് നന്മ കാണിക്കും? ആരാ നന്മ കാണിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, എങ്ങനെയാ നന്മ വെളിപ്പെടുന്നതെന്ന് ചോദിക്കുമ്പോൾ 3 കാര്യം ദാവീദ് പറയുന്നു. 1, ദൈവത്തിൻ്റെ മുഖപ്രകാശം നിങ്ങൾ കാണും. 2, ദൈവിക സമാധാനത്തെ കാണും. 3, ദൈവിക സന്തോഷം കാണും. അത് പറഞ്ഞു തീരാത്ത സന്തോഷമാണ്. ധാന്യം കൊണ്ടും വീഞ്ഞും കൊണ്ടും വാങ്ങാൻ പറ്റാത്ത സന്തോഷമാണ്. ഹല്ലേലൂയ. ദാവീദ് രാജാവ് ജീവിതത്തിൽ അത് അനുഭവിച്ചിട്ട് പറയുന്നു, ഈ ലോകത്തിൽ എത്ര സമ്പത്ത് വർദ്ധിച്ചാലും എത്ര വീഞ്ഞ് വർദ്ധിച്ചാലും ഇതിനൊന്നും തരാൻ പറ്റാത്ത സന്തോഷം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. 16-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, അവൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ഹല്ലേലൂയ. 1 പത്രോസ് 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, പറഞ്ഞു തീരാത്ത സന്തോഷം ദൈവം തരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു വരും. പ്രിയരെ, നിങ്ങളുടെ വീട്ടിനകത്ത് ഹല്ലേലൂയ സമാധാനം നിറയുമ്പോൾ ദൈവ സന്തോഷം അതിൻ്റെ ഭാഗമായി വരും. ഇത് ആത്മാവിൻ്റെ ഫലമാണ്. ഹല്ലേലൂയ. സന്തോഷവും സമാധാനവും ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഹല്ലേലൂയ ദാനമാണ്. അങ്ങനെയെങ്കിൽ ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്നവർ, ദൈവ തേജസ് നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുന്നവർ, യഹോവ ഭക്തനെ വേർതിരിച്ചിരിക്കുന്നു എന്ന് എങ്ങനെ അറിയുന്നത് എന്ന് ചോദിക്കുന്നവരുടെ മുമ്പാകെ 3 വ്യക്തമായ അടയാളങ്ങൾ പരിശുദ്ധാത്മാവ് തരുന്നു. 1, ദൈവത്തിൻ്റെ മുഖപ്രകാശം, ദൈവ തേജസ് നിങ്ങളുടെ വീട്ടിൽ വിളങ്ങും. 2, ദൈവിക സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരും. 3, പറഞ്ഞു തീരാത്ത സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരും. ഈ ദൈവം വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തയേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും. ഗോഡ് ബ്ലസ് യു. ആമീൻ. ആമീൻ.